മുന്നണി മാറ്റ വ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്നാണ്. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും മുന്നണി മാറ്റം ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മുടെ സൂചന. നമുക്കൊപ്പം ലേബി സജീന്ദ്രനും അഖിലും സജോ ദേവസയും റോഷിപാലും തുടരുന്നുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് കോട്ടയത്ത് സ്പെഷ്യൽ കൺവെൻഷൻ ചേരുന്നുണ്ട്. നമ്മൾ അഖിലിലാണ് തുടങ്ങിയത്. അഖിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഖിൽ, നമ്മൾ പാതി വഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വാർത്തയിലേക്ക് പോയതാണ്. ആ വാർത്ത വളരെ പെട്ടെന്ന് വന്ന സാഹചര്യത്തിൽ അഖിൽ, അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുന്നണി മാറ്റ ചർച്ചകൾ കൂടി ഒരുപക്ഷെ ഉണ്ടാവാനാണ് സാധ്യത. ലഭിക്കുന്ന വിവരമനുസരിച്ച് ചില ജില്ലാ കമ്മിറ്റികളെങ്കിലും ആ താല്പര്യം പ്രകടിപ്പിച്ചു. MLA-മാർ ഇക്കാര്യത്തിലൊന്നും മിണ്ടാൻ സാധ്യതയില്ലെന്ന് അറിയുന്നു. ചർച്ചകൾ വരുന്ന ഘട്ടത്തിൽ അവർ അഭിപ്രായം പറയും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പാർട്ടി പിളർത്തിയുള്ളൊരു നീക്കത്തിന് ജോസ് കെ മാണിയോ റോഷി അഗസ്റ്റിനോ രണ്ടുപേരും തയ്യാറാവില്ലല്ലോ അല്ലേ അഖിൽ? ഡോക്ടർ അരുൺകുമാർ, അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഈ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ ജോസ് കെ മാണി MP-യുമായി അല്ലെങ്കിൽ ജോസ് കെ മാണി വളരെ അടുത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ വളരെ നല്ല ബന്ധത്തിൽ പോകുന്ന ആളുകളാണ്. അവർ ജോസ് കെ മാണി എതിർത്തുകൊണ്ട് പാർട്ടി പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും LDF-ൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ റോഷിക്കും മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ, അതായത് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ജില്ലാ അധ്യക്ഷന്മാർ, തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ, പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ MLA-മാർ, പിന്നെ ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ചെയർമാൻ, ഇവർ ഉൾപ്പെടുന്ന 99 പേരടങ്ങുന്നതാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത്തവണ പുതുതായി ചില സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 99 കൂടുതൽ വരും. എന്തായാലും നിലവിൽ 99 പേരടങ്ങുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ഇതിൽ പ്രധാനമായും ഈ ജില്ലാ അധ്യക്ഷന്മാരാണ് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അതിന് മറുപടി ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ചെയർമാനും നൽകുമെന്നുള്ളതാണ് പതിവ് രീതി. MLA-മാരും മറ്റുള്ളവരോ സാധാരണഗതിയിൽ സംസാരിക്കാറോ മറുപടി പറയാറൊന്നുമില്ല. പക്ഷേ ഇത് പ്രത്യേക സാഹചര്യമുള്ളതാണ്. അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ്. ഈ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ അജണ്ട എന്നുള്ളത് അത് ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അധ്യക്ഷൻ തീരുമാനിക്കാതെ ചർച്ച. പക്ഷേ അധ്യക്ഷൻ തീരുമാനിക്ക് മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് വന്നില്ലെങ്കിൽ പോലും അവരുടെ അഭിപ്രായം പറയുന്നത്, അതായത് UDF-ൽ പോകണം എന്ന അഭിപ്രായമുള്ള പല ആളുകളുമുണ്ട്. സഭയുടെ സമ്മർദ്ദമുള്ള ആളുകളുണ്ട്, സഭയോട് നേരിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ സമാനമായ അഭിപ്രായം, അതായത് UDF-ലേക്ക് പോകണമെന്ന അഭിപ്രായം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്മേൽ തുടർ ചർച്ചകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള ശ്രദ്ധ തന്നെയായിരിക്കും എന്തായാലും ജോസ് കെ മാണിയുടെ ഭാഗത്തുണ്ടാകുക. കാരണം ഇതിലൊരു തുടർ ചർച്ച ഉണ്ടാകണമെങ്കിൽ, അതിൽ തുടർ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ജോസ് കെ മാണി തീരുമാനിക്കണം. അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ തുടർ ചർച്ചകളിലേക്ക് കൊണ്ടുപോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ പതിവിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ പാർലമെന്ററി പാർട്ടിയിലേക്ക്, യോഗത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുത്ത്, അതായത് തീരുമാനങ്ങൾ പാർലമെന്ററി കാര്യ സമിതി എടുക്കട്ടെ എന്ന കാര്യത്തിലേക്ക് തീരുമാനങ്ങളിലേക്ക് പോകും. അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചെയർമാൻ തീരുമാനിച്ച് ഉത്തരവായ തീരുമാനം എടുക്കട്ടെ എന്ന നിലയിലേക്ക് പോകുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ചർച്ചകൾ, അതായത് മുന്നണി മാറ്റ ചർച്ചകൾ UDF-ലേക്ക് പോകണമെന്ന ആവശ്യം അത് ഉന്നയിക്കാനുള്ള സാധ്യത തന്നെയാണ്. സ്വാഭാവികമായും അത്തരം ഒരു ആവശ്യം വരുമ്പോൾ എതിർചേരിയിൽ നിന്നുള്ളവർ അതിന് ശക്തമായി എതിർക്കുകയും ചെയ്യുമെന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ലേബി സജീന്ദ്രൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. ലേബി, LDF-ൽ തുടരുന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് നേരത്തെ ജോസ് കെ മാണി തന്നെ പറഞ്ഞതാണ്, ചെയർമാൻ തന്നെ പറഞ്ഞതാണ്. പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ. ചില ജില്ലാ കമ്മിറ്റികളെങ്കിലും ആ അഭിപ്രായം ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉന്നയിക്കാനാണോ സാധ്യത? പക്ഷേ ചെയർമാൻ പറഞ്ഞതുകൊണ്ട് ചെയർമാനെ മറികടന്നൊരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അല്ലേ ലേബി? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുക എന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളായി പറയുന്നുണ്ട്. എന്നാൽ താരതമ്യേന ശുഷ്കിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു വളർച്ചയ്ക്കോ ഇനിയൊരു പിളർച്ചയ്ക്കോ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പാർട്ടി പിളർത്തിക്കൊണ്ട് LDF വിട്ട് UDF-ലേക്ക് വരാനുള്ള സാധ്യത മങ്ങുന്നത്, അടയുന്നത്. ഇന്ന് കേരള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്വാഭാവികമായും എതിരഭിപ്രായങ്ങൾ ഉയരും എന്നതിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം അത്തരം അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടിക്കുള്ളിലുണ്ട്. ആ അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിലെ പ്രവർത്തകർക്ക് മാത്രമല്ല നേതാക്കൾക്കുമുണ്ട്, MLA-മാർക്കിടയിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ പാർട്ടി പാർലമെന്ററി കാര്യ യോഗം ചേർന്നപ്പോൾ കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ MLA-മാർ അടക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയത്. ആ ചർച്ചയിലേക്ക് പോയപ്പോൾ അത് കേവലം മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നില്ല. വളരെ ഗൗരവതരമായ ചർച്ചയാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഇത്തരത്തിൽ LDF വിട്ട് UDF-ലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഉണ്ടായത്. എന്നാൽ അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. കാരണം റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഉറച്ചു നിൽക്കുന്നു. ഈ രണ്ട് MLA-മാരെ പിളർത്തിക്കൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് വരിക എന്നത് സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ്. എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷിപാൽ കൂടി നമുക്കൊപ്പമുണ്ട്. റോഷി, ചെയർമാൻ പറഞ്ഞു ഞങ്ങളില്ല, നിലപാട് വ്യക്തമാക്കിയതാണ്. എല്ലാ ദിവസവും വന്ന് LDF-ൽ നിന്ന് പോവും, UDF-ലേക്ക് വരുമെന്ന് പറയേണ്ടതില്ല. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി വളരെ നിർണായകമാണെന്ന സൂചന നൽകിയത് KPCC അധ്യക്ഷനാണ്, ഒപ്പം തന്നെ K മുരളീധരനുമാണ്.
UDF-ന്റെ പ്രതീക്ഷ അവരിപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് വേണമോ കരുതാൻ റോഷിപ്പാൽ? അരുൺകുമാർ, UDF നേതൃത്വം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ജോസ് കെ മാണി UDF-ലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് പ്രതീക്ഷ. സഭകൾ കടുത്ത സമ്മർദ്ദം ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളിലേക്ക് ചെലുത്തുന്നുണ്ട് എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നടന്ന ചില ചർച്ചകൾ അത് ഇന്നലെ KPCC അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചതാണ്. ആ ചർച്ചകളിലൊക്കെയുള്ള പ്രതീക്ഷകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റു ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കോൺഗ്രസും UDF-ഉം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് സജ്ജമായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് എത്തിച്ചേർന്നാൽ അവർക്ക് ഏത് തരത്തിൽ പരിഗണന കൊടുക്കണം, ഈ കാര്യത്തിൽ ഒരു ഉറപ്പും കേരള കോൺഗ്രസ് എം നേതാക്കൾക്ക് UDF നേതൃത്വം പ്രത്യേകിച്ച് KPCC അധ്യക്ഷനടക്കം നൽകിയതാണ്. ആ പ്രതീക്ഷയിലാണ് അവർ അത്ഭുതം സംഭവിക്കും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം എന്ന് പ്രതീക്ഷിക്കുന്നതും കണക്കുകൂട്ടുന്നതും. അതുകൊണ്ട് അവർ കാത്തിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ജോസ് കെ മാണി ഈ അഭ്യൂഹങ്ങൾ തള്ളുമ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കാൻ കഴിയുക എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നേതാക്കൾ എല്ലാവരും ഒരേപോലെയാണ് പറയുന്നത് കേരള കോൺഗ്രസ് എം ഏറെ താമസിയാതെ എത്തും. സിനിമയിൽ മറ്റേ സലീം കുമാർ പറയല്ലോ, ഇനി ബിരിയാണി എങ്ങാനും കിട്ടിയാലോ എന്നുള്ളതാണ് UDF കേന്ദ്രത്തിൽ. അങ്ങനെയല്ല, ജോസ് കെ മാണിയുടെ മനസ്സ് UDF-നോടൊപ്പമാണ് എന്നുള്ളതാണ് ചിലരെങ്കിലും പറയുന്നത്. അതൊരു UDF പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ എന്നുള്ളതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. റഹീസ് റഷീദ് ഉള്ളതിലേക്ക് ഒരു പ്രേക്ഷകന്റെ മെസ്സേജ് വരുന്നു. ഈ വനിതാ റിപ്പോർട്ടർക്ക് അതവിടെ ലേബികെ ജോസ് കെ മാണി എങ്ങനെയെങ്കിലും UDF-ൽ എത്തിക്കാതെ സമാധാനമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അവിടെ നിന്നുള്ള വാർത്തകൾ വളരെ സത്യസന്ധമായിട്ടാണല്ലോ ലേബിയും റോഷിയും റാഹീസ് ആണെങ്കിലും അഖിലാണെങ്കിലും സജു ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്, അത് UDF-ലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല, പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അങ്ങനെയൊക്കെയാണെന്നേ. ചില നേതാക്കളോടൊക്കെ ചോദിച്ചാൽ മതി. ചില നേതാക്കൾ ഓപ്പൺ ബൈറ്റൊക്കെ തന്നിട്ടുണ്ട്, MLA-മാരല്ലേ കേട്ടോ, ഇല്ലാ നേതാക്കൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റാഹീസ് റഷീദ് കൂടി നമുക്കൊപ്പം ഉണ്ട്. റാഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ് റാഹീസ്. UDF പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിയട്ടെ, ഒരു സസ്പെൻസിന് അംഗം ബാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ CPM കേന്ദ്രം പറയുന്നത് മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളതാണ്. ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞതോടുകൂടി തൽക്കാലം ഒരു വലിയ ആത്മവിശ്വാസം CPM ക്യാമ്പിലുണ്ടോ? പക്ഷേ അപ്പോഴും ആ ആത്മവിശ്വാസം 100% എന്ന് പറയാൻ കഴിയുമോ റാഹീസ് റഷീദ്? അപ്പുറത്തുള്ളത് കേരള കോൺഗ്രസ് ആണേ. ഗുഡ് മോർണിംഗ് അരുൺ. ആത്മവിശ്വാസത്തിൽ ഒരു കുറവുമില്ല. 100% കുറവ് വരുന്നത് ഒരു കാര്യത്തിലാണ്. അതായത് ജോസ് കെ മാണി മിനിഞ്ഞാന്ന് LDF-ൽ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന സമയത്തും പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞങ്ങൾ എവിടെയുണ്ടോ, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണം എന്ന് പറഞ്ഞതിൽ ഒരു ചെറിയ പ്രശ്നമില്ലേ എന്നൊരു സംശയം CPIM-ന്റെ നേതാക്കൾക്കുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം MV ഗോവിന്ദൻ, ഒപ്പം ബിനോയ് വിശ്വം, VN വാസവൻ, TP രാമകൃഷ്ണൻ അടക്കമുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളെല്ലാം ജോസ് കെ മാണിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. എല്ലാവരോടും ജോസ് കെ മാണി പറഞ്ഞത് മുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നതാണ്. ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞത് അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ മുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞതിനെ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് CPIM നേതൃത്വം. ഓക്കെ റഹീസ്, ഞാൻ റാഹീസിലേക്ക് തിരിച്ചു വരാം.